ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇത്രയും നേരം ഹഗ് ചെയ്തുകൊണ്ടിരുന്ന ഫെയി അങ്ങനെ തന്നെ ബോയുടെ കയ്യിൽ പിടിച്ച് ഭയങ്കരമായിട്ട് കെഞ്ചാനായിട്ട് തുടങ്ങും. പ്ലീസ് ബോയ്, നീ എന്നെ വിട്ടിട്ട് പോവരുത് ബോയ്, ഞാൻ എന്ത് വേണേലും ചെയ്യാ ബോയ്, നീ എന്നെ വിടരുതെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കെഞ്ചിക്കൊണ്ടിരിക്കും. ബോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല, ആകെ ഷോക്കായിട്ട് നിൽക്കാണ്. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരുന്ന മാർക്കാണെങ്കിലോ നേരെ ബോയുടെ അടുത്തേക്ക് വരും. അങ്ങനെ ബോയിനെ തള്ളി മാറ്റിയിട്ട് നീ എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്നത്? നിനക്ക് വേണമെന്ന് വെക്കുമ്പോ അവളുടെ കൂടെ നടക്കും, വേണ്ടാത്തപ്പോ ബ്രേക്കപ്പ് ചെയ്ത് വിടുമോ? നീ എന്താണ് ഇവളെ ഒരു ടോയ് ആയിട്ടാണോ കാണുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഫെയ് വീണ്ടും ആക്ടിങ് തുടങ്ങും. വേണ്ട മാർക്ക്, ബോയിനെ ഒന്നും പറയരുത്. എന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കാണും, അതുകൊണ്ടായിരിക്കും ബോയ് ഇപ്പോ എന്റെ അടുത്ത് ബ്രേക്കപ്പ് പറയുന്നത്. എന്തായാലും നീ അതിൽ ഇടപെടണ്ട, ഞാനത് ശരിയാക്കിക്കോളാന്നും പറഞ്ഞ് നല്ല രീതിക്ക് ആക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ മാർക്കിന് വീണ്ടും ടെൻഷൻ ആകും. നീ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നത്? അവൾ എന്തൊരു പാവം പെൺകുട്ടിയാണ്, ഇത്രയും പാവം പിടിച്ചൊരു പെൺകുട്ടീനെ നിനക്ക് ഈ ജന്മത്ത് കിട്ടില്ല എന്ന് പറഞ്ഞ് ഫെയിനെ നിന്ന് പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ആ ടൈമിനാണ് എല്ലാവരുടെയും ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. വേറൊന്നുമല്ല, ഫെയ് ലിയുവിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവില്ലേ, ആ ഒരു വോയിസ് നോട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കണ്ട് ലിയു പോലും ഒന്ന് ഷോക്കാകും. ലിയു ആക്ച്വലി ആ വോയിസ് നോട്ട് ഡിലീറ്റ് ചെയ്തതാണല്ലോ, പക്ഷെ ഇതിപ്പോ എങ്ങനെ പബ്ലിക്കായി എന്ന് ലിയുവിന് പോലും അറിയില്ല. അങ്ങനെ ആ വോയിസ് നോട്ടെല്ലാം കേട്ട് പൗല ഫെയ്യുടെ അടുത്ത് എന്തൊക്കെയാ ഫെയ് ഇവിടെ നടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഫെയ്ക്കാണെങ്കിലോ ഭ്രാന്ത് പിടിച്ച പോലെയൊക്കെ ആവുന്നുണ്ട്. ഇല്ല, ഇത് ഞാൻ സംസാരിച്ചതല്ല, ആരോ ഇത് ഫേക്ക് ആയിട്ട് റെഡിയാക്കിയതാണ്. AI ടൂളൊക്കെ യൂസ് ചെയ്ത് എന്റെ വോയിസിൽ ഇതൊക്കെ റെഡിയാക്കിയത് മിക്കവാറും ലിയു ആയിരിക്കും. ഞാൻ അറിയാണ്ട് ലിയു ബോയിനെ സീക്രട്ട് ആയിട്ട് ലവ് ചെയ്യുന്നുണ്ട്, മിക്കവാറും ഞങ്ങളെ പിരിക്കാനായിട്ട് ലിയു ചെയ്തതായിരിക്കും എന്നും പറഞ്ഞിട്ട് എല്ലാ കുറ്റവും ലിയുവിന്റെ തലയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും. ഫെയ് ഇങ്ങനെ ലിയുവിനെ പറ്റി കുറ്റം പറയുന്നതൊന്നും കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് ബോയ്ക്കാണെങ്കിലോ സാധിക്കുന്നില്ല. അങ്ങനെ തന്നെ ഫെയ്യുടെ അടുത്ത് ശരി, നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കാം, എന്നാലും ഒരു തവണ മാക്ക് ലിയുവിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നീ അവന്റെ അടുത്ത് ചെന്ന് നിനക്ക് അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വന്നു. എന്താണ് നീ അവന്റെ അടുത്ത് ചെന്ന് സംസാരിച്ചതെന്ന് മിയു നിന്റെ അടുത്ത് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? അവരെ രണ്ടുപേരെയും വിഷ് ചെയ്തിട്ട് വന്നതാണെന്നല്ലേ? അപ്പോ അതിന് നീ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഫെയ്ക്കാണെങ്കിലോ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല, ആകെ നെർവസ് ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ തന്നെ ബോയും ശരി, ഇതും ഞാൻ വിട്ടേക്കാം, നീ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ടായിരുന്നല്ലോ നമ്മള് ഡേറ്റിന് പോയി അവിടെ ചെന്ന് ഒരുപാട് ഗെയിമൊക്കെ കളിച്ചു, അതിൽ നിന്ന് വിൻ ചെയ്താണ് ഞാൻ ഈ കീ ചെയിൻ നിനക്ക് തന്നതെന്ന്. പക്ഷേ അന്ന് ഞാൻ നിന്റെ കൂടെ അല്ലല്ലോ ഉണ്ടായിരുന്നത്, ഞാനും ലിയും കൂടി ആയിരുന്നില്ലേ ഡേറ്റിന് പോയത്. ഞാനേ ഇത് അവൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്, ശരിക്കും നീ ആ കീ ചെയിൻ അവളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. സെയിം മൊത്തത്തില് പെട്ടിരിക്കുവാണ്. അല്ല, ഇത് നീ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, നീ എന്തിനാ ഇങ്ങനെ നുണ പറയുന്നതെന്നും പറഞ്ഞ് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകും. പൗലയാണെങ്കിലോ എന്താ ഇവിടെ നടക്കുന്നത് മിമി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയും. അപ്പൊ പെട്ടെന്ന് മാർക്കിന്റെ ഫ്രണ്ടും ശരിയാണ് ബോയ് പറഞ്ഞത്, അന്നവിടെ ഞാനും ഉണ്ടായിരുന്നു, ബോയും ലിയുവും കൂടി പോകുന്നതൊക്കെ ഞാൻ കണ്ടതാന്ന് പറയും. അപ്പൊ തന്നെ മാർക്കും ഞാനതിന് ബോയിനെ മാത്രമേ കണ്ടുള്ളൂ, പക്ഷെ ലിയുവിനെ കണ്ടില്ല എന്ന് പറയും. പെട്ടെന്ന് തന്നെ ഫെയ് ഇടയ്ക്ക് കയറും. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കോർണർ ചെയ്യുവാണോ? നിങ്ങൾക്ക് ആർക്കും എന്നെ വിശ്വാസമില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ? എന്നിട്ടിപ്പോ ഒരാള് എന്റെ മേത്ത് കുറ്റം ആരോപിക്കുമ്പോ നിങ്ങൾ എന്താ ഈ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ഒന്നും മനസ്സിലായില്ലേ? ഇതെല്ലാം ലിയുവിന്റെ പ്ലാനാണ്, ലിയു എന്നെയും ബോയിനെ പിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിക്ക് ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ മാർക്കിന്റെ ഫ്രണ്ടും ഇല്ല, ഇപ്പൊ എനിക്ക് ഫെയില് ഒരുപാട് ഡൗട്ട് തോന്നുന്നുണ്ട്, അന്ന് ആ ഫെസ്റ്റിവലില് ലിയും ബോയും കൂടി കറങ്ങി നടന്നത് മൊത്തം ഞാൻ കണ്ടതാണ്, അതുമല്ലാണ്ട് നമ്മുടെ കോളേജിൽ നടന്ന ഫെസ്റ്റിവൽ ഇല്ലേ, ആ ടൈമിന് മനഃപൂർവ്വമാണ് ഇവള് തല കറങ്ങി വീണത്. ഞാൻ രാവിലെ മുതൽ തന്നെ ഫെയിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഒരു തുള്ളി വെള്ളം പോലും അവൾ കുടിച്ചിട്ടില്ല. ഞാൻ അവൾക്ക് വെള്ളം കുടിക്കാനായിട്ട് കൊടുത്തിട്ട് പോലും അത് കുടിക്കുന്ന പോലെ ആക്ട് ചെയ്തതല്ലാണ്ട് അതിൽ നിന്ന് ഒരു തുള്ളി പോലും അവള് കുടിച്ചില്ല. ഞാനത് ക്ലിയർ കട്ടായിട്ട് കണ്ടതാണ്. അതുമല്ലാണ്ട് കെമിസ്ട്രി ലാബിൽ വെച്ചും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ലേ, ആ ടൈമിന് ലിയു കറക്റ്റ് ആയിട്ട് ഫെയ്യുടെ കയ്യിലേക്ക് ആ ടെസ്റ്റ് ട്യൂബ് കൊടുത്തതാണ്. ഫെയ്യുടെ കയ്യിൽ നിന്നാണ് ആ ടെസ്റ്റ് ട്യൂബ് നിലത്ത് വീണ് പൊട്ടിയത് പോലും. പക്ഷെ എല്ലാവരും കൂടി ലിയുവിനെ കുറ്റപ്പെടുത്തി. ആ ടൈമിന് ഞാനിത് ശ്രദ്ധിച്ചിരുന്നെങ്കിലും കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ എല്ലാം കൂടി ആലോചിക്കുമ്പോ എല്ലാത്തിന്റെയും ഉത്തരവാദി ഫെയ് ആണെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ടെന്ന് പറയും. അപ്പൊ തന്നെ എല്ലാവരും ഒരുമാതിരി ഫെയ്യിനെ നോക്കും. ഫെയ് ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ച പോലെ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? നിങ്ങളുടെ ഫെയ് അല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യാണ്ട് ഇവിടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കും. അപ്പൊ തന്നെ ഭ്രാന്ത് കയറിയ ഫോണൊക്കെ തട്ടിക്കളയും. അങ്ങനെ തന്നെ ലിയുവിന്റെ അടുത്ത് വന്ന് ലിയു, നീ എന്തൊക്കെയാ എന്റെ അടുത്ത് പറഞ്ഞത്? എന്നെ നീ കെയർ ചെയ്യുന്നുണ്ട് എന്നല്ലേ? എന്നിട്ട് നീ എന്റെ അടുത്ത് ചെയ്തത് എന്താണ്? ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്രെഡിബിലിറ്റി നീ ഒറ്റ നിമിഷത്തില് നശിപ്പിച്ചില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ലിയു ആണെങ്കിലോ ഇല്ല ഫെയ്, ഞാനല്ല, ആ വോയിസ് നോട്ട് റിലീസ് ചെയ്തത് ഞാൻ
ഞാനല്ലാന്ന് പറയും. ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണോ? ഒരിക്കലും ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ല എന്നും പറഞ്ഞിട്ട് ഫെയ് ലിയുനെ തല്ലാനായിട്ട് കയ്യും പൊക്കി ചെല്ലും. അപ്പൊ തന്നെ ബോയ് വന്ന് തടുത്തിട്ട് ഫെയ് മതി, ഇത് ഇവിടം കൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലത്, ഇത് ഇച്ചിരി ഓവറായിട്ട് പോകുന്നുണ്ടെന്ന് പറയും. അപ്പൊ തന്നെ ഫെയ്യും ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഭയങ്കര വിഷമിച്ച് കരഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. ഇപ്പോ ആരോ ഒരാള് ഫെയ്യിനെ പറ്റി സോഷ്യൽ മീഡിയയിലൊക്കെ എക്സ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങും. ലിയുവിന്റെ പഴയ ഫോട്ടോസ് ഒക്കെ കണ്ടെത്തി മാക്കിനെ കൊണ്ട് അത് റിലീസ് ചെയ്യിപ്പിച്ചതും അതേപോലെ ഡേറ്റിന് പോയത് ലിയുവും ബോയും കൂടിയാണെന്നുള്ള തെളിവും അവൾ ഇതിൽ പോയിട്ടില്ല, അവള് വെറുതെ ആക്ട് ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫെയ്ക്കെതിരെ ഒരുപാട് തെളിവൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കണ്ട് ഫെയ്ക്ക് ആണെങ്കില്ല സഹിക്കാനേ പറ്റുന്നില്ല, ആകെ മൊത്തത്തിൽ വട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതേ ടൈം മിമിയും പൗലയും ഈ ഒരു കമന്റ്സ് ഒക്കെ കണ്ട് വായിച്ചോണ്ടിരിക്കാണ്. ഇവരുടെ ബാക്കിൽ 2 ഗേൾസ് ഇരിക്കുന്നുണ്ട്. അവരാണെങ്കിലും ദേ അവിടെ ഇരിക്കുന്നത് ഫെയ്യുടെ ഫ്രണ്ട്സ് അല്ലേ, അവരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ വല്ലതും അറിയാൻ പറ്റുമോ എന്ന് ഇങ്ങനെ പരസ്പരം ചോദിച്ചോണ്ടിരിക്കും. ഇത് കേട്ടിട്ട് മിമിക്കും പൗലക്കും എന്ത് പറയണോന്ന് അറിയാൻ പാടില്ല. ഇവർക്കും ഫെയ്യിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാൻ പാടില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ എന്ത് പറയൂന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുവാണ്. അതേ ടൈം മാർക്കും ഫ്രണ്ട്സും കൂടി ഇരുന്ന് എന്തായാലും ഫെയ്ക്കെതിരെ വരുന്ന ഈ കമന്റ്സ് ഒക്കെ നമുക്ക് റിപ്പോർട്ട് അടിക്കാം, എന്തൊക്കെ വന്നാലും അവള് നമ്മുടെ ഫ്രണ്ടും ക്ലാസ്മേറ്റുമാണ്, അതുകൊണ്ട് നമ്മളാണ് അവൾക്ക് വേണ്ടി ഇപ്പോ ഹെൽപ്പ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ട് 3 പേരും കൂടി കമന്റ്സിനെല്ലാം റിപ്പോർട്ട് അടിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ലിയോ ആണെങ്കിലോ സോഷ്യൽ മീഡിയയിലേക്ക് എത്തി നോക്കുന്നില്ല. ഇപ്പോ ഫെയ്യിനെ കുറിച്ച് എക്സ്പോസ് ആയതുകൊണ്ട് തന്നെ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് ലിയോന്റെ അടുത്തും ബോയുടെ അടുത്തുമായിരിക്കും എല്ലാവരും വരുന്നത്. അതറിഞ്ഞുകൊണ്ട് തന്നെ ലിയു ഒന്നിലും ഇടപെടാൻ പോവാണ്ട് പുള്ളിക്കാരി പെർഫ്യൂം ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ബോയും. ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും അതെല്ലാം ഡിലീറ്റ് ചെയ്ത് വിടുന്നതല്ലാണ്ട് ഒന്നിനും റിപ്ലൈ കൊടുക്കാണ്ട് അവൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഈ ഒരു കമന്റ്സ് എല്ലാം നമ്മുടെ ആൻ വായിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കമന്റ്സ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കമന്റ് ആനിന്റെ ശ്രദ്ധയിൽ പെടും. ഈ ഫെയ് എന്റെ കൂടെ ജൂനിയർ ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്, ഇവള് പണ്ടേ ഇങ്ങനെ തന്നെയാണ്, ഇവളെ കുറിച്ച് ഞാൻ എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോ അവളെ ഞാൻ ബ്ലോക്ക് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഒരു ചീത്ത ആളാക്കി മാറ്റി, ഇപ്പോഴാണ് ഇവളെ പറ്റി എക്സ്പോസ് ചെയ്യേണ്ട ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് ഫെയ്യിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ആവാനായിട്ട് തുടങ്ങും. ഇത് ആനും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫെയ്യുടെ വീട്ടിലേക്ക് ഒരു കൊറിയർ വരും. അത് ഏതോ ഒരു ഫോളോവർ അയച്ചിട്ടുള്ളതാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ ഫെയ്ക്ക് ഒരുപാട് ഹാപ്പി ആകും. ഈ ഒരു സിറ്റുവേഷനിലും എന്നെ സ്നേഹിക്കുന്ന ഒരാള് എനിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറും. അങ്ങനെ ആ ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരുപാട് നോട്ട്സ് ഒക്കെ ഉണ്ട്. ഞാൻ അയച്ചു തന്ന ഗിഫ്റ്റ് നീ കൈപ്പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഫെയ്, ഐ ലവ് യു, നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാകും, നിന്റെ പുറകെ തന്നെ ഞാൻ ഉണ്ടാകും എന്നും പറഞ്ഞിട്ട് ഒരുപാട് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോ തന്നെ ഫെയ് ഭയങ്കരമായിട്ട് ഷോക്ക് ആവാനായിട്ട് തുടങ്ങും. ആക്ച്വലി ഇവള് നിൽക്കുന്നതും ഇരിക്കുന്നതും ഇവളുടെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസും ബാത്റൂമിൽ നിൽക്കുന്നതും അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അങ്ങനെ എല്ലാ ഫോട്ടോസും എടുത്തു മാറ്റുമ്പോൾ അതിനടിയിലായിട്ട് ഒരു എലീനെയും കൊന്നു വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോ തന്നെ ഫെയ് പേടിച്ചാറുണ്ട്, ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് കരയാനായിട്ട് തുടങ്ങും. അതേ ടൈം ലിയുവിനെ കാണിക്കുകയാണ്. ലിയു ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കമന്റ്സിനും റിപ്ലൈ ഒന്നും കൊടുക്കാണ്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിനാണ് ഷാ പുറത്ത് നിന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത്. അങ്ങനെ ലിയു വാതിൽ തുറന്ന് വരുമ്പോ തന്നെ ഷായാണെങ്കിലോ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് ഒന്നും നീ ഇതുവരെയായിട്ടും വായിച്ചിട്ടില്ലല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ലാന്ന് ലിയുവും പറയും. ഇന്നലെ നൈറ്റ് മുതൽ ഒരു ഹാഷ്ടാഗ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുമല്ലാണ്ട് ഒരുപാട് ഫോട്ടോസും ഇങ്ങനെ അപ്ലോഡ് ആവുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി അത് റിപ്പോർട്ട് അടിച്ച് കളയാനായിട്ട് നോക്കിയിട്ട് പോലും അതൊന്നും പോകുന്നില്ല, പുതിയ പുതിയ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇതെന്തായാലും നീ കാണണമെന്നും പറഞ്ഞിട്ട് ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കും. അതിലാണെങ്കിലോ ഫേക്ക് ഇപ്പൊ വന്ന ഒരുപാട് ഫോട്ടോസ് അല്ലേ അതിങ്ങനെ പോസ്റ്റ് ആയിട്ട് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഫെയ്യും ഒന്ന് ഷോക്കാകും. ഇതെന്താ ഇത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഞങ്ങൾക്കും അറിയില്ല, ഞങ്ങളും ഒരുപാട് റിപ്പോർട്ട് അടിച്ച് ആ ഒരു ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ വീണ്ടും പുതിയ അക്കൗണ്ടിൽ നിന്ന് അതിങ്ങനെ പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നൊരു പിടിയും എന്ന് പറയും. ലിയു വീണ്ടും ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിനിടയിൽ ഒരു പോസ്റ്റ് ലിയുവിന്റെ ശ്രദ്ധയിൽ പെടും. ഫെയ്യിനെ കാണാനായിട്ട് എത്രയൊക്കെ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാലും അവളുടെ മുഖത്ത് തന്നെ ആസിഡ് ഒഴിക്കണം, അവളെ മറ്റുള്ളവരെ വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ്. അങ്ങനെ തന്നെ ലിയു ആ പോസ്റ്റ് ഷായ്ക്ക് കാണിച്ചു കൊടുക്കും. ഇതിന്റെ അർത്ഥം എന്താണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എങ്ങനെയെങ്കിലും ഫെയ്യിനെ രക്ഷപ്പെടുത്തണം, ഇങ്ങനെ അവളെ വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് ലിയു നേരെ ചെന്ന് ബോയിനെ വിളിക്കും. അങ്ങനെ ഇവര് 3 പേരും കൂടി നേരെ കോളേജിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിലോ മാർക്കും ഫ്രണ്ട്സും ലിയുവും പൗലയൊക്കെ കൂടിയിരുന്ന് ഫെയ്ക്കെതിരെ വരുന്ന ഓരോ കമന്റ്സും പോസ്റ്റും റിപ്പോർട്ട് അടിച്ച് അവർക്ക് പറ്റുന്ന രീതിയിൽ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലിയു അകത്തേക്ക് കയറി വരും. ഫെയ്യിനെ ആരെങ്കിലും കണ്ടുപിടിച്ചോ, ആരെങ്കിലും ഫെയ്യിനെ കണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ അവിടെയുള്ളവരും ആനിന്റെ വീടിന്റെ അടുത്ത് വെച്ച് ആൻ ഒരു തവണ ഫെയ്യിനെ കണ്ടില്ലേ, അതുകൊണ്ട് ആനിനെ തന്നെ ഫെയ്യിനെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു വിട്ടു എന്ന് പറയും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ആനും അകത്തേക്ക് കയറി വരും. അപ്പൊ തന്നെ ലിയു ഫെയ്യിനെ നീ കണ്ടായിരുന്നു
എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ ഫെയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വാതിൽ ഓൾറെഡി തുറന്നു കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അകത്തേക്ക് പോയി നോക്കി. അപ്പോ അവിടെ ഒരുപാട് ഫോട്ടോസും അതേപോലെ ചത്ത എലിയൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ അവളെ മാത്രം ഞാൻ അവിടെ കണ്ടില്ല എന്ന് പറയും. അപ്പൊ തന്നെ ലിയു ചിലപ്പോ അവള് ഈ പ്രശ്നത്തിൽ നിന്നെല്ലാം ഓടി ഒളിക്കാനായിട്ട് ശ്രമിച്ചോണ്ടിരിക്കായിരിക്കും. അവളെ എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടെത്തണമെന്ന് പറയും. അപ്പൊ തന്നെ മിമി, എല്ലാ ലിയു, നിന്നെ ഒരുപാട് ഫെയ് ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നിട്ടും നിനക്ക് എങ്ങനെ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നെന്ന് ഇങ്ങനെ ചോദിക്കും. ആ, എനിക്കും അവളോട് ദേഷ്യമൊക്കെ ഉണ്ട്. എന്നാലും അവള് നമ്മുടെ ഫ്രണ്ട് അല്ലേ. അവൾക്കൊരു പ്രോബ്ലം വരുമ്പോ നമ്മളല്ലാണ്ട് വേറെ ആര് ഹെൽപ്പ് ചെയ്യാനാണ്? അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയും. അപ്പൊ തന്നെ പൗലയും, ശരിയാ ലിയു നീ പറഞ്ഞത്, നമ്മളെല്ലാവരും ഫ്രണ്ട്സ് അല്ലേ. അതുകൊണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്ത് പ്രോബ്ലം വന്നാലും പരസ്പരം ഹെൽപ്പ് ചെയ്യണം. ആദ്യം ആ ഒരു വോയിസ് നോട്ട് കേട്ടപ്പോ അവളുടെ തലക്കിട്ടൊന്ന് കൊടുത്ത്, ഞങ്ങളാരും നിന്റെ ഫോളോവേഴ്സ് അല്ല, ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നാ മതി, അല്ലെങ്കിലും ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ല, നീ ഞങ്ങളുടെ ഫ്രണ്ട് ആണെന്ന് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ വിട്, നമുക്ക് അവളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. ഇത് കേൾക്കുമ്പോ മാർക്കും, ശരിയാ നീ പറഞ്ഞത്, എന്തൊക്കെ വന്നാലും നമ്മൾ അവൾക്ക് ഹെൽപ്പ് ചെയ്യണം, നമുക്കിനി അതിന്റെ പരിപാടികൾ നോക്കാന്ന് പറയും. അപ്പൊ തന്നെ ലിയു, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ടീമായിട്ട് പിരിയാം. കുറച്ചു പേര് നിന്ന് ഓൺലൈനിൽ ആരാണ് ഈ പോസ്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്ക്. ബാക്കിയുള്ളവര് നമുക്ക് ഫെയ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാന്ന് പറയും. അപ്പൊ തന്നെ പൗല, അങ്ങനെയാണെങ്കിൽ ബോയും ഷായും എന്റെ കൂടെ നിൽക്ക്, നമുക്ക് ഇത് ആരാണ് പോസ്റ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാം. ബാക്കിയുള്ളവര് ഫെയിനെ അന്വേഷിച്ചു പോയിക്കോന്ന് പറയും. അങ്ങനെ ബോയും ഷായും പൗലയും കൂടി സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയുള്ളവരെല്ലാവരും ഫെയിനെ തിരക്കി പുറത്തേക്ക് പോകും. എന്നാലും അവൾ എവിടെയായിരിക്കും പോയിരിക്കുക എന്നിങ്ങനെ ചോദിക്കും. അപ്പോ മാർക്കിന്റെ ഫ്രണ്ട്, ഫെയുടെ കൂടെ എപ്പോഴും ഒരു പൂച്ചക്കുട്ടി ഉണ്ടാകും, അതിന് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയും. അപ്പൊ തന്നെ ലിയുവിനൊരു ഐഡിയ തോന്നും. ആൻഡ് നീ അവളുടെ വീട്ടിലേക്ക് പോയപ്പോ അവിടെ പൂച്ചക്കുട്ടീനെ വല്ലതും കണ്ടായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആനും ഉടനടി തന്നെ ഇല്ലാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പെറ്റ്സിനെയൊക്കെ അലൗ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഹോട്ടലിലായിരിക്കും അവൾ പോയിരിക്കുക. അങ്ങനെയുള്ള ഹോട്ടൽസ് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ഫെയിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്നും പറഞ്ഞ് അവരിറങ്ങും. ലിയു പറഞ്ഞ പോലെ തന്നെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ആ ഒരു പെറ്റിനെയും എടുത്ത് അവളുടെ ആ റൂം ഒഴിഞ്ഞ് പുള്ളിക്കാരി എങ്ങോട്ടോ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ ടൈം ഫെയിനെ എക്സ്പോസ് ചെയ്ത് ഒരുപാട് കമന്റ്സും പോസ്റ്റും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ നിന്ന് ബോയ്ക്ക് ഒരു ക്ലൂ കിട്ടും. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, ദേ ഒരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞ് രണ്ടുപേരെയും വിളിക്കും. നിങ്ങൾ ഈ കമന്റും പോസ്റ്റും ഒക്കെ വരുന്നത് ശ്രദ്ധിച്ചോ? ഇതെല്ലാം വരുന്നത് ഫെയറി ഫെയ് എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ്. ഈ അക്കൗണ്ടിന്റെ അഡ്മിൻ ഫെയ് ആണെന്ന് വിചാരിച്ച് അവളുടെ കൂടെ ചാറ്റ് ചെയ്ത് ഞാൻ നോക്കിയതാണ്. പക്ഷെ ആ ടൈമിനാണ് അവളുടെ അക്കൗണ്ട് അല്ല ഇതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഫെയറി ഫെയ് എന്നുള്ള ഒരു അക്കൗണ്ടിന്റെ അഡ്മിൻ ഒന്നല്ലെങ്കിൽ ഫെയുടെ ഫ്രണ്ട് ആയിരിക്കും, അതുമല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള ആരോ ഒരാളായിരിക്കണം. ആദ്യമൊക്കെ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് അവളെ സപ്പോർട്ട് ചെയ്താണ് കമന്റും പോസ്റ്റും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. എന്നവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ എന്നെ ഒരു ബോയ് ഫ്രണ്ട് ആയിട്ട് കാണിച്ചോ, അന്ന് മുതലാണ് ഈ അക്കൗണ്ടിൽ നിന്ന് അവൾക്ക് നെഗറ്റീവായിട്ട് വരാനായിട്ട് തുടങ്ങിയതെന്ന് പറയും. അപ്പൊ തന്നെ ഷായും, അപ്പോ ആ ഗ്രൂപ്പിന്റെ അഡ്മിന് ഒന്നല്ലെങ്കിൽ ഫെയിന ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ അവളെ ഗേൾഫ്രണ്ട് ആയിട്ട് ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. അതിപ്പോ സാധിക്കില്ല എന്ന് മനസ്സിലായിട്ടായിരിക്കാം അവൾക്കെതിരെ ഈ ഒരു അഡ്മിൻ തിരിഞ്ഞതെന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പൊ തന്നെ ബോയും, അങ്ങനെയാണെന്നാ എനിക്കും ഫീൽ ചെയ്യുന്നതെന്ന് പറയും. അതേ ടൈം മാർക്കിന്റെ ഫ്രണ്ട് ആണെങ്കിലോ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് പെറ്റ്സിനെയൊക്കെ അലൗ ചെയ്യുന്ന 3 ഹോട്ടൽസ് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയും. അപ്പൊ തന്നെ ലിയു, അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 ടീമായിട്ട് തിരിയാം, ഓരോ ഹോട്ടലിലേക്കും ഓരോ ടീം വെച്ച് പോവാന്ന് പറയും. അതേ ടൈം ഷായിക്കും ഒരുപാട് സെർച്ച് ചെയ്ത് ആ ഒരു വോയിസ് നോട്ടിൽ നിന്ന് ഒരു ക്ലൂ കിട്ടും. അങ്ങനെ ഹെഡ്ഫോൺ എടുത്ത് ബോയുടെ ചെവിട്ടിലേക്ക് വെക്കും. അങ്ങനെ അവനും അത് കേൾപ്പിച്ചു കൊടുക്കും. ആ ഒരു വോയിസ് നോട്ടിന്റെ ഇടയിൽ ഒരു കീ ചെയിന്റെ സൗണ്ട് യൂണിക് ആയിട്ട് എടുത്ത് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു കീ ചെയിൻ മിമിയും യൂസ് ചെയ്യുന്നുള്ള കാര്യം ബോയ്ക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ പൗലയുടെ അടുത്ത് കാര്യം പറയും. പൗലയാണെങ്കിലോ, 2-3 ദിവസമായിട്ട് മിമി നല്ല അപ്സെറ്റ് ആയിരുന്നു, ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കായിരുന്നു, അതിനിടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അതുമല്ലാണ്ട് ഒരു ദിവസം ഫെയുടെ അടുത്ത് അവള് തന്നെ പറഞ്ഞതാണ്, ആരെയെങ്കിലും ഡേറ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങളെ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണം, ഞങ്ങൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ നീ അവനെ ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ, അതുമല്ലാണ്ട് സീനിയറിന് ആരെയും ഡേറ്റ് ചെയ്യാൻ പാടില്ല എന്നും പ്രത്യേകം ഫെയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഇനി നിന്നെ ഡേറ്റ് ചെയ്യുന്ന വിവരം അവളുടെ അടുത്ത് പറയാത്തതിന്റെ ദേഷ്യത്തിലായിരിക്കുമോ ഇങ്ങനെയൊക്കെ ചെയ്തത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയും. ഉടനെ തന്നെ പോയി ലിയുന് കോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും പറയും. എത്രയും പെട്ടെന്ന് നീ മിമിയുടെ ബാഗ് ചെക്ക് ചെയ്യണം, അതിനുള്ളിൽ മിക്കവാറും ആസിഡ് ബോട്ടിൽ ഉണ്ടാകും. ഫെയിനെ പറ്റി ഇത്രയും നെഗറ്റീവായിട്ടുള്ള പോസ്റ്റ് എല്ലാം ചെയ്തത് മിമിയാണ്, അതുമല്ലാണ്ട് ആ വോയിസ് നോട്ടില് മിമിയുടെ കീച്ചേന്റെ സൗണ്ട് ഞാൻ കേട്ടു എന്ന് പറയും. അപ്പൊ തന്നെ ലിയു ഓടിച്ചെന്ന് മിമിയുടെ ബാഗ് പിടിച്ചു വലിക്കും. എന്താ ലിയു നീ കാണിക്കുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഇപ്പോഴാണ് ബോയ് എന്നെ വിളിച്ച് എല്ലാ കാര്യവും പറഞ്ഞത്, നീയല്ലേ ആ വോയിസ് നോട്ട് സ്പ്രെഡ് ചെയ്ത് വിട്ടത്, ആ ഒരു വോയിസ് നോട്ടില് ഒരു യുണിക്
ആയിട്ടുള്ള കീ ചെയിന്റെ സൗണ്ട് ഉണ്ടായിരുന്നു. ആ കീ ചെയിൻ യൂസ് ചെയ്യുന്നത് നീയാണ്. അപ്പോ നീയല്ലേ ആ വോയിസ് നോട്ട് എല്ലാവരുടെ അടുത്തും സ്പ്രെഡ് ചെയ്തേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോഴാണ് നടന്ന കാര്യങ്ങളൊക്കെ നമുക്കും കാണിക്കുന്നത്. ലിയോവും ഫെയും കൂടി ആ ഒരു റെസ്റ്റ് റൂമിൽ നിന്ന് സംസാരിക്കുമ്പോ ഓൾറെഡി അതിനുള്ളില് നമ്മുടെ മിമിയുണ്ട്. മിമിയാണ് ആ വോയിസ് നോട്ട് റെക്കോർഡ് ചെയ്തെടുത്തതും എല്ലാവർക്കും സ്പ്രെഡ് ചെയ്ത് വിട്ടതും. ഇപ്പൊ തന്നെ മിമിയും ശരിയാ നീ പറഞ്ഞത്, ആ വോയിസ് നോട്ട് സ്പ്രെഡ് ചെയ്തത് ഞാനാണ്. ആദ്യമായിട്ടൊന്നുമല്ല ഫെയ് വൊമിറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നത്, പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് പോയി ഫെയ്ക്ക് കേക്ക് വാരി കൊടുക്കുമ്പോ അവൾ എന്തായാലും വൊമിറ്റ് ചെയ്യാനായിട്ട് റെസ്റ്റ് റൂമിലേക്ക് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഫെയ് എത്തുന്നതിന് മുമ്പേ ഞാൻ റെസ്റ്റ് റൂമിൽ നിന്നത്. അത് അവളെ ഹേർട്ട് ചെയ്യാനോ അവളുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്യാനോ അല്ല, അവളുടെ കൂടെ നിന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് വെയിറ്റ് ഗെയിൻ ചെയ്താലും അതിലൊരു പ്രോബ്ലവും ഇല്ലാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അന്ന് അവള് നിന്റെ അടുത്ത് പറഞ്ഞ ആ ഒരു വോയിസ് ഉണ്ടല്ലോ, അത് ശരിക്കും എന്നെ ട്രിഗർ ചെയ്തു. അവൾ എന്താ പറഞ്ഞത്, ഞാനൊന്നും അവളുടെ ഫ്രണ്ട് അല്ല ഫാൻ ആണെന്ന്. അപ്പോ എനിക്ക് ദേഷ്യം കയറി. അതുകൊണ്ടാണ് നിങ്ങൾ സംസാരിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചത്. ആ ടൈമിന് നീ പോലും അവൾക്കൊരു ചാൻസ് കൊടുത്തു, എന്നിട്ട് അവൾ എന്താണ് അത് യൂസ് ചെയ്തോ? ഇല്ലല്ലോ, അവിടെ ചെന്ന് പ്ലേറ്റ് തിരിച്ചിട്ടു. അതിന്റെ ദേഷ്യത്തിലാണ് ഞാൻ ആ വോയിസ് നോട്ട് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്തത്. നീ എന്തായാലും സ്പ്രെഡ് ചെയ്യില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്തതെന്ന് പറയും. അപ്പൊ തന്നെ ലിയു, ഇപ്പോ ഫെയുടെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആവുന്നുണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ മിമി ഒന്ന് ഷോക്ക് ആകും. ഫോട്ടോസ് ഒക്കെ എങ്ങനെ സ്പ്രെഡ് ആയി എന്ന് എനിക്കറിയില്ല, അതും ഞാനുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ല. ഫെയുടെ വായിൽ നിന്ന് ഞാനൊന്നും ഒരു ഫ്രണ്ട് അല്ല എന്ന് കേട്ടപ്പോ അതിന്റെ ദേഷ്യത്തിലാണ് ഞാൻ ആ വോയിസ് നോട്ട് സ്പ്രെഡ് ചെയ്തത്. പക്ഷേ ഇപ്പോ എനിക്ക് ഫെയിനെ കുറിച്ച് ആലോചിച്ച് സങ്കടമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഫെയിനെ കണ്ടുപിടിക്കാനായിട്ട് വന്നത് പോലും. ആ ഫോട്ടോസ് ഒന്നും സ്പ്രെഡ് ചെയ്തത് ഞാനല്ല. നീ വേണമെങ്കിൽ എന്റെ ബാഗിൽ പോലും ചെക്ക് ചെയ്തോ, ഇതില് ആസിഡ് ഒന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് ബാഗൊക്കെ തുറന്ന് കാണിക്കും. അതിനുള്ളില് ആസിഡ് ഒന്നും ഇല്ല. സത്യമാ ലിയു, എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. ഉടനെ തന്നെ ലിയു ബോയിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും. ഇത് കേട്ട് ബോയും ഒന്ന് ഷോക്ക് ആകും. അപ്പോ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ആള് വേറെയാണോ, ആരായിരിക്കും എന്ന് പറഞ്ഞിട്ട് മൂന്നുപേരും ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിനിടയില് ഫെയിനെ പറ്റി ഒരുപാട് ഗോസിപ്പ് ഒക്കെ ഓൺലൈനിൽ റിലീസ് ആവുന്നുണ്ട്. അപ്പോഴാണ് ഷായും ഒരു കമന്റ് നോട്ട് ചെയ്യുന്നത്. ദേ ഇതിലൊരുത്തൻ കമന്റ് ഇട്ടിരിക്കുന്നത് കണ്ടോ, നിന്റെ പൂച്ചക്ക് വെച്ചിരിക്കുന്ന പേര് എന്റെ അല്ലേന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ തന്നെ പോയി ഫെയുടെ പൂച്ചയുടെ കളർ എന്താന്ന് ഇങ്ങനെ ചോദിക്കും. ഉടനെ തന്നെ പൗലയും ഗ്രേ കളറാണെന്ന് തോന്നുന്നു എന്ന് പറയും. ഗ്രേ കളറോ? ഗ്രേ കളറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ആരായിരിക്കും എന്നും പറഞ്ഞ് ബോയ് തന്നെ ചിന്തിച്ച് അവസാനം വന്നപ്പെടുന്നത് മാർക്കിലാണ്. എന്ത് മാർക്കോ എന്ന് പറഞ്ഞ് ഒന്ന് ചിന്തിക്കും. അപ്പോഴാണ് ആദ്യം മുതലേ മാർക്ക് ഫെയുടെ പുറകെ നടക്കുന്നത്, തന്റെ ഗേൾഫ്രണ്ട് ആണ് ഫെയ് എന്ന് പറയുന്നതും. അതേപോലെ ആ ഫെസ്റ്റിവലിൽ നടക്കുമ്പോ ഫെയ് വന്ന് ബോയിന് ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞതും കിസ് ചെയ്യുന്നതും കണ്ട് നമ്മുടെ മാർക്കിന്റെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടില്ലേ, അതൊക്കെ ഓർമ്മ വരുന്നത്. ഇനി ചിലപ്പോ ഇതെല്ലാം ചെയ്യുന്നത് മാർക്കായിരിക്കുമോ എന്ന് ചിന്തിച്ചോണ്ടിരിക്കും. അതേ ടൈം മാർക്കിനെ കാണിക്കാണ്. മാർക്കാണെങ്കിലും ഭയങ്കര സ്പീഡിൽ നടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ തന്നെ ഫ്രണ്ട് ഓടി വന്ന്, മാർക്ക് നീ എങ്ങോട്ടായി പോകുന്നത്, എന്തിനാ ഇത്രക്ക് സ്പീഡിൽ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. എല്ലാവരെയും മുമ്പ് എനിക്ക് ഫെയിനെ കണ്ടുപിടിക്കണം, എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് ആ ബാഗുമായിട്ട് മുന്നോട്ട് നടക്കുവാണ്. ഇനി ആ ബാഗിന്റെ ഉള്ളിലായിരിക്കുമോ ആസിഡ്? എന്തായാലും വരുന്ന എപ്പിസോഡിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.